ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും വേദപാഠ പുസ്തകവും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് മിടുക്കരായിട്ട് ഇരിക്കുവാണല്ലേ? ആർ യു റെഡി? യെസ്. അപ്പം നമുക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം, ദൈവവചനം പഠിക്കാം. നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. കൂട്ടുകാരെ, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. കുഞ്ഞു കരങ്ങൾ കൂപ്പിക്കേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങയുടെ മക്കളിതാ സ്നേഹത്തോടെ അങ്ങയുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ടീച്ചർ തന്ന ആ ആൽബം നിർമ്മിച്ചവരൊന്ന് കൈ ഉയർത്തിക്കേ. ആഹാ, എല്ലാവരും ആൽബം നിർമ്മിച്ചോ? ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ആൽബം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അത് നിർമ്മിച്ചത്. അതെയല്ലേ? നന്ദി പറയാത്തവർ ഇന്ന് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയണം. നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം, സന്തോഷമുള്ളവരായിരിക്കണം. അപ്പം നമുക്ക് അടുത്ത പാഠം പഠിച്ചാലോ? ഒന്നാമത്തെ പാഠത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ടീച്ചർ ചോദിക്കാൻ പോവുക. റെഡിയാണോ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഗെയിം കളിക്കാനോ? കളിക്കാനോ? പാട്ട് പാടാനോ? ഇതൊക്കെയാണോ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു? ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നോ? കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും ചോറുണ്ണുമ്പോഴും ഒക്കെ ദൈവത്തെ കൂട്ടുവിളിച്ചോ? ദൈവത്തെ ഓർത്തോ? ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്, നമ്മളുടെ സന്തോഷവും അതാണ്. മറന്നു പോവരുതേ. അപ്പം നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരാണ് ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ. ദൈവം നമുക്ക് ദാനമായി നൽകിയ ജീവൻ നാം നഷ്ടപ്പെടുത്താറുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ചെറിയ കഥ പറയട്ടെ. ഒരമ്മ തുണി അലക്കുവാൻ വേണ്ടി പോവുമായിരുന്നു. അമ്മ മൂത്ത കൊച്ചിനോട് പറഞ്ഞു, മോനെ അപ്പുക്കുട്ടാ, ഗ്യാസിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളയ്ക്കുമ്പോൾ നീ നിർത്തണം. അതിനെന്താ അമ്മേ, ഞാൻ നിർത്തിക്കോളാം, അപ്പുക്കുട്ടൻ പറഞ്ഞു. മോനെ, നീ തീയിൽ കളിക്കരുത്, തീയിൽ കളിച്ചാൽ വലിയ അപകടമുണ്ടാവും. ഓ ഇല്ലമ്മേ, ഞാൻ തീയിൽ കളിക്കുമൊന്നുമില്ല, അപ്പുക്കുട്ടൻ അമ്മയോട് പറഞ്ഞു. അമ്മ തുണി അലക്കാൻ പോയി. നമ്മുടെ അപ്പുക്കുട്ടൻ എന്ത് ചെയ്തെന്നോ? അവൻ പതിയെ പതിയെ പേപ്പർ എടുത്ത് ഗ്യാസിൽ കാണിച്ചു. എന്ത് പറ്റി കാണും? തീ പിടിച്ചു. തീ പിടിച്ചിട്ട് അവൻ പേടിച്ചു പോയി. അവൻ പേപ്പർ താഴേക്കിട്ടു. പെട്ടെന്ന് അത് വേറൊരു പേപ്പറിലേക്ക് തീ പടർന്നു പിടിച്ചു. അങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് ചെന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, അനുസരണക്കേട് കാണിച്ചത് മൂലം അപ്പുക്കുട്ടൻ വരുത്തി വെച്ച വലിയൊരു ആപത്ത്. നമ്മുടെ ജീവിതത്തിലും മാതാപിതാക്കൾ പറയുന്നതും അധ്യാപകർ പറയുന്നതും നാം അനുസരിക്കാറുണ്ടോ? ഉണ്ടല്ലേ? നമ്മൾ അനുസരിക്കും. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാവരും അനുസരിക്കും. നമ്മൾ നല്ല മിടുക്കരാ. അപ്പം അനുസരണക്കേടിൻ്റെ ഒരു ഫലം എന്താണ്? ആപത്താണ്. ആ ഒരു കഥ നമുക്കൊന്ന് പഠിച്ചാലോ? ബൈബിളിലുണ്ട് അനുസരണക്കേട് കാട്ടിയ ഒരു കൊച്ചു കഥ. ആദവും ഹവ്വയും ദൈവത്തോടു കൂടെ വളരെ സന്തോഷത്തിൽ ഏദേൻ തോട്ടത്തിൽ ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. രുചിയും ഭംഗിയുമുള്ള ധാരാളം വൃക്ഷങ്ങൾ, ഫലങ്ങൾ. അവർക്ക് മതി വരുന്നില്ല ഏദേൻ തോട്ടത്തിൽ താമസിച്ചിട്ട്. ഒരു ദിവസം ദൈവം ആദത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ആദം, നീ ഇവയ്ക്കെല്ലാം പേര് നൽകിയല്ലോ, നീ ഓർക്കുന്നുണ്ടോ? ഈ ഏദേൻ തോട്ടം അതോടൊപ്പം നീ ഒന്ന് പരിപാലിക്കണം, നീ കൃഷി നടത്തണം, ഇവയെല്ലാം നീ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം.
നീ പേര് നൽകിയ ജീവജാലങ്ങളും വൃക്ഷങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഇവയെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ആദമും ഹവ്വയും സമ്മതിച്ചു. പക്ഷേ ദൈവം അവർക്ക് ഒരു കൽപ്പന കൊടുത്തു. നമുക്കതൊന്ന് വായിച്ചാലോ? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. അപ്പം കൂട്ടുകാർ ഇപ്പം ബൈബിൾ എടുക്കണ്ട, ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ കണ്ടെത്തി അതൊന്ന് വരച്ചിടണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. എന്താണ് വചനത്തിൽ പറഞ്ഞത്? തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴമൊക്കെ നീ കഴിച്ചോ, പക്ഷെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ കഴിക്കരുത്. കഴിക്കുന്ന ദിവസം നീ മരിക്കും. ദൈവം അവനോട് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ്. നീ ഒരു കാര്യം അനുസരിച്ചാൽ മതി. ആദമും ഹവ്വയും എന്ത് പറഞ്ഞു? ഞങ്ങൾ അനുസരിച്ചോളാം. ആദം ദൈവത്തിന് വാക്ക് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് ആദമും ഹവ്വയും ഏദേൻ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ഹവ്വായുടെ അടുത്ത് വന്നു. ഒരു മരത്തിൽ ചുറ്റി അവൻ ഹവ്വായോട് സംസാരിക്കാൻ തുടങ്ങി. ഹവ്വ ചോദിച്ചു, നീ ഇത്രമാത്രം സംസാരിക്കുന്നവനാണോ? എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? ഹവ്വായോട് സാത്താൻ ചോദിച്ചു, നീ ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴങ്ങൾ ഭക്ഷിച്ചോ? അയ്യോ, എല്ലാ വൃക്ഷത്തിൻ്റെയും ഒന്നും ഞങ്ങൾ തിന്നിട്ടില്ല. പക്ഷേ ഒട്ടുമിക്ക പഴങ്ങളും ഞങ്ങൾ തിന്നു. എന്ത് രുചിയും എന്ത് രസവുമായവയെല്ലാം കാണാനും ഇവ കഴിക്കാനൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? അങ്ങനെയെങ്കിൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചോ? സാത്താൻ ചോദിച്ചു. ഹവ്വ പറഞ്ഞു, അത് കഴിക്കരുതെന്നാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ വൃക്ഷത്തിൻ്റെ പഴം വേണ്ട. സാത്താൻ പറഞ്ഞു, ഹവ്വ, നീ ശ്രദ്ധിച്ച് കേൾക്ക്. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാലാണ് നീ ദൈവത്തെ പോലെ ആകും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അത് തിന്നരുതെന്ന്. അതുകൊണ്ട് നീ അത് കഴിച്ചു നോക്ക്, നീ ദൈവത്തെ പോലെ ആകും. അങ്ങനെ സാത്താൻ്റെ പ്രേരണയിൽ ഹവ്വ വീണുപോയി. അവൾ എന്തു ചെയ്തു? ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം അവൾ പറിച്ചു, അത് കഴിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. തോട്ടത്തിൽ എവിടെ നിൽക്കുന്ന മരം അല്ലെങ്കിൽ തോട്ടത്തിലെ ഏതു മരത്തിൻ്റെ പഴം കഴിക്കരുതെന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്? ഏതാണ്? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം. എന്നിട്ട് ഈ ഹവ്വ എന്തു ചെയ്തെന്നോ? ഇവൾ ഈ ദൈവം കൽപ്പിച്ചത് അവളെ ധിക്കരിച്ചല്ലോ. പെട്ടെന്ന് അവളത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നുക അവൾ ചെയ്ത തെറ്റ് അവൾ മറ്റുള്ളവരെ കൂടി ചെയ്യിപ്പിക്കുവാൻ തുടങ്ങുക. അവൾ എന്തു ചെയ്ത് കാണും? ആ പഴവും കടിച്ചുകൊണ്ട് അവൾ ആദത്തിൻ്റെ അടുത്തേക്ക് ഓടി. ആദം ഇത് കണ്ടപാടെ ആദം പറഞ്ഞു, ഹവ്വ, നീ എന്ത് തെറ്റാണ് ഈ ചെയ്യുന്നത്? അപ്പം ഹവ്വ പറഞ്ഞു, ആദം പേടിക്കണ്ട, ആ മരത്തിൽ ധാരാളം പഴങ്ങളുണ്ട്. അതിൽ നിന്നും ഒരെണ്ണം പറിച്ചെടുത്ത് കഴിച്ചത് ദൈവം അറിയേല. നീ ധൈര്യമായി കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഹവ്വ ആദത്തിനെയും ആ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു. അങ്ങനെ ആദവും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചു. സാത്താൻ്റെ ഉപദേശം അവർ സ്വീകരിച്ചു. അവർ പാപം ചെയ്തു. പാപം ചെയ്യുന്നവർ ദൈവത്തിൽ നിന്നും അകലുന്നു. അവരുടെ ഉള്ളിലേക്ക് ഭയവും നിരാശയും വിഷമവും വന്നു. സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷവും നഷ്ടപ്പെട്ടു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ദൈവത്തിൻ്റെ കൽപ്പന നാം പാലിച്ചു പോയാൽ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? ആദി മാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. അവരുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു. പതിവ് പോലെ ദൈവം ഏദേൻ തോട്ടത്തിലൂടെ നടക്കാൻ വന്നു, ഉലാത്തുവാൻ വന്നു. ദൈവത്തിൻ്റെ കാലിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ആദമും ഹവ്വയും ഓടി വരും സന്തോഷത്തോടെ. പക്ഷെ അന്ന് അവർ വന്നില്ല. ഇത് മനസ്സിലാക്കിയ ദൈവം ആദം എന്ന് വിളിച്ചു. അപ്പോൾ ആദം എന്തു ചെയ്തു?
ആദമും ഹവ്വയും ആ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു. എന്തിനായിരിക്കും അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നത്? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. ആ ദൈവത്തിൻ്റെ കൽപ്പന അവർ ധിക്കരിച്ചു. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ മുൻപിലേക്ക് വരുവാൻ പേടിയാണ്, വിഷമമാണ്, നാണമാണ്. അതുകൊണ്ട് അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു. കുഞ്ഞു മക്കളെ, നമ്മുടെ ജീവിതവുമായി നമുക്കിതിനെ ഒന്ന് ബന്ധിപ്പിക്കാം. ഈ പാഠഭാഗത്ത് നിന്നും നമ്മൾക്ക് കിട്ടേണ്ട ഒരു വലിയ ബോധ്യമുണ്ട്. പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ഓടി വരുന്നവരായിരുന്നു ആദമും ഹവ്വയും. അവർ പാപം ചെയ്തപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവരെന്തു ചെയ്തു? ദൈവത്തിൽ നിന്നും അകന്നുപോയി മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ആദിമാതാപിതാക്കളോട് ഏദേൻ തോട്ടം പരിപാലിക്കുവാൻ ദൈവം കൽപ്പിച്ചു. നമ്മളോട് ഇപ്പം എന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കണം, മാതാപിതാക്കളെ സഹായിക്കണം, നന്മകൾ ചെയ്യണം, സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കണം. ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യരുത്. മാതാപിതാക്കളിലൂടെയും അധ്യാപകരിലൂടെയും എല്ലാം ദൈവം നമ്മളോട് ചില കൽപ്പനകൾ പറഞ്ഞു തരും. അതെല്ലാം നാം അനുസരിക്കണം. അനുസരണക്കേടിൻ്റെ ഫലം വലിയ ആപത്താണ് എന്ന ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകണം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. ഇനി സാത്താനാണ് ആദ്യ മാതാപിതാക്കളെ കൊണ്ട് തെറ്റു ചെയ്യാൻ പ്രേരിപ്പിച്ചത്. മൂന്നാമത്തേത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു. 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള മറ്റൊരു പ്രവർത്തനം ടീച്ചർ നൽകട്ടെ. സ്വീകരിക്കേണ്ടത് ഉപേക്ഷിക്കേണ്ടത് എന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. പേജ് നമ്പർ 16 കൂട്ടുകാർ ചെയ്യണം. അതോടൊപ്പം ഞാൻ എടുക്കുന്ന തീരുമാനം, ഒരു 5 തീരുമാനം എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. മറന്നു പോകാതെ കൂട്ടുകാർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർത്ത് ജീവിതത്തിൽ ദൈവത്തിന് അനുസരണയുള്ള മക്കളായി നമുക്ക് വളരാം. മാതാപിതാക്കളോടും അധ്യാപകരോടും എല്ലാം നമുക്ക് അനുസരണയുള്ളവരായിരിക്കാം. അനുസരണം എന്ന ശീലം നമുക്ക് എന്നും ജീവിതത്തിൽ തുടരാം. കൈകൾ കൂപ്പിയാലോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. നല്ല ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അനുസരണത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.